ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകൾ ഒരു പുരുഷനെ കാണുമ്പോൾ അവൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. അതായത് അവൻ്റെ മീശ, താടി, ഹൈറ്റ്, കളർ തുടങ്ങി പല കാര്യങ്ങളും. അതേപോലെ തന്നെ പുരുഷന്മാരും ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്കും പല പല കാര്യങ്ങൾ നോട്ടീസ് ചെയ്യും. ഇത്തരത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആദ്യമായിട്ട് കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു പുരുഷനും ആദ്യമായിട്ട് ഒരു സ്ത്രീയെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവളുടെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ്. അതായത് ഈ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്, വൃത്തിയും അല്ലെങ്കിൽ നീറ്റ്നെസ്, വൃത്തിയും വെടുപ്പും ഒക്കെ ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടോ. അതേപോലെ തന്നെ ഇവളുടെ ഹെയർ എങ്ങനെയാണ്. ചില ഗേൾസൊക്കെ ഉണ്ട് മുടിയൊക്കെ ഒരു വൃത്തിയില്ലാതെ വലിച്ചു വാരി കെട്ടിവെക്കും. ഇതൊക്കെ ബോയ്സ് നോക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ. ഓവറായിട്ട് വണ്ണം ഉണ്ടോ അല്ലെങ്കിൽ കൊടവയറുണ്ടോ, ഇതൊക്കെ എല്ലാ പുരുഷന്മാരും ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ ആദ്യം കാണുമ്പോഴായിരിക്കും അവന് അവളോട് പ്രണയവും തോന്നുന്നത്. സോ ഈ ഒരു കാര്യമായിരിക്കും ആദ്യം തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ നോക്കുന്നതും. ഇതാണ് ഫസ്റ്റ് ഒരു പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതായൊരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ണുകളാണ്. ഒട്ടുമിക്ക എല്ലാ പുരുഷന്മാരും ഫിസിക്കൽ അപ്പിയറൻസ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ കണ്ണുകളിലായിരിക്കും. പുരുഷന്മാർക്ക് പൊതുവെ അത്യാവശ്യം വലിയ കണ്ണുകളൊക്കെ ഉള്ള സ്ത്രീകളോട് ഒരിഷ്ടം കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കണ്ണ് ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കൊണ്ടുപോയാൽ മതി. അതായത് നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ പുരുഷന്മാർക്കും തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഗേൾസിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്ത് കാര്യവും ഞാൻ ആദ്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നല്ല ധൈര്യമുള്ള സ്ത്രീകളോട് ഏതൊരു പുരുഷനും ഒരു ഇഷ്ടം കൂടുതലാണ്. സോ രണ്ടാമതായിട്ട് അവർ നോക്കുന്നത് നിങ്ങളുടെ കണ്ണുകളാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും. ഇനി മൂന്നാമതായിട്ട് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചിരിയാണ്. അതായത് ഒരു ബ്യൂട്ടിഫുൾ സ്മൈല്. നല്ല രീതിയിൽ ചിരിക്കുന്ന പെൺകുട്ടികളോട് പൊതുവെ എല്ലാ പുരുഷന്മാർക്കും ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. ഗേൾസ് പൊതുവെ ഒരു പുരുഷനെ കണ്ട് ഇഷ്ടപ്പെടുന്നത് അവൻ്റെ ഭംഗി വെച്ചിട്ട് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഒട്ടുമിക്ക ഗേൾസും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പുരുഷന്മാർ ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നത് അവളുടെ ഭംഗി വെച്ചിട്ടായിരിക്കും. അല്ലാതെ അവളുടെ ബാങ്ക് ബാലൻസ്, സമ്പാദ്യം കാര്യങ്ങൾ ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെ മൂന്നാമതായിട്ട് ഒരു പുരുഷൻ ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ നോക്കുന്ന അവളുടെ ചിരിയായിരിക്കും. ഈ ചിരി എന്ന് പറയുന്നത് ഭയങ്കര പൊട്ടി ചിരിക്കുക എന്നൊന്നുമല്ല. നല്ല രീതിയിൽ എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ചിരിക്കുന്നു, ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നു. ഇങ്ങനത്തെ പെൺകുട്ടികളെയാണ് എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടം. പിന്നെ ഗേൾസ് പൊതുവെ അങ്ങനെ അധികം ചിരിക്കാത്തവരായിരിക്കും. പക്ഷെ ഏതൊരു വ്യക്തിയെയും എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു സ്മൈൽ എന്ന് പറയുന്നത്. ഒരു അട്രാക്ഷൻ പോയിന്റ് തന്നെയാണ് ഈ ഒരു സ്മൈല്. അതുകൊണ്ട് ആരും ചിരിക്കാനൊക്കെ മറക്കാതിരിക്കുക. പിന്നെ എന്നും പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരെയും കാണുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ ചിരിച്ച് കാണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയോട് ഇച്ചിരി ചിരിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ കടിച്ചു കീറാൻ രീതിയിൽ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ കുറച്ചൊരു സ്മൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസിലേക്ക് കൊണ്ടുവരിക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. ഈ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറേ അധികം കാര്യങ്ങൾ വരും. അതായത് നിങ്ങൾ നടക്കുന്ന രീതി. ചില ഗേൾസ് ഉണ്ട് കൈയൊക്കെ വീശി അങ്ങ് നടക്കും. ചിലർ ഭയങ്കര ഒതുങ്ങി നടക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളൊക്കെ പോകുന്നൊരു രീതി. ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോഡി ലാംഗ്വേജസിൽ വരുന്നതാണ്. സോ എല്ലാ പുരുഷന്മാരും നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാറുണ്ട്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി
അഞ്ചാമതായിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവളുടെ വേ ഓഫ് സ്പീക്കിംഗ് ആണ്. അതായത് സംസാരിക്കുന്ന രീതിയും സ്മൈലും. ശബ്ദം കൊണ്ട് പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ ഗേൾസിനോട് ഇഷ്ടം തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ചിരി പോലെ തന്നെ അവളുടെ ശബ്ദം, ഈ സൗണ്ടിനോട് ഇഷ്ടം തോന്നിയിട്ട് ആ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നാറുണ്ട് എന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ സംസാരിക്കുന്ന ഗേൾസ്, അതായത് ചില ആളുകളുണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സംതിങ് ഹൈഡ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഉള്ളിൽ എന്തോ വെച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എല്ലാം ഓപ്പണായിട്ട് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് സംസാരിക്കുന്ന ഗേൾസ്. അതേപോലെ തന്നെ നല്ല സൗണ്ട്. ഇപ്പോൾ സൗണ്ട് മോശമാണ് എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിച്ചാൽ മതി. അതായത് ഓവറായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ടൊന്നും എടുക്കാതെ മാന്യമായിട്ട് നല്ല രീതിയിൽ സൗണ്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ സംസാരിക്കുക. സോ അഞ്ചാമതായിട്ട് ഏതൊരു പുരുഷനും ഒരു സ്ത്രീയിൽ ശ്രദ്ധിക്കുന്നത് അവളുടെ സൗണ്ടും അതേപോലെ തന്നെ സംസാരിക്കുന്ന ഒരു രീതിയുമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് ഏതൊരു പുരുഷനും ആദ്യമായിട്ട് ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ. സോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.